പാലക്കാട് കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. CITU സമരത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലൊരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. CITU സമരം മൂലം കച്ചവടം നടത്താനാകാതെ സ്ഥാപനം പൂട്ടിയ ജയപ്രകാശിന് പൂർണ്ണ പിന്തുണയുമായാണ് വ്യാപാരികൾ സമരത്തിനായി ഒരുങ്ങുന്നത്. കുളപ്പുള്ളിയിൽ കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ CITU കുടിൽക്കെട്ടി സമരം ആരംഭിച്ചിട്ട് നാളുകളേറെയായി. സമരം ആരംഭിച്ചതോടെ കച്ചവടം നടത്താനാകാതെ ഉടമ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഉടമയ്ക്ക് പൂർണ്ണ പിന്തുണയുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം സംസ്ഥാന വ്യാപകമാക്കുന്നത്. സ്ഥാപനത്തിലെ കയറ്റിറക്ക് ജോലികൾക്ക് തൊഴിലാളികൾക്ക് പകരം കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചതാണ് CITU സമരത്തിന്റെ പശ്ചാത്തലം. യന്ത്രം ഉപയോഗിക്കാനാവില്ലെന്നും തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നും CITU നിലപാടെടുത്തു. സ്ഥാപന ഉടമ ജയപ്രകാശ് ഇതിന് സമ്മതിക്കാതെ വന്നതോടെയാണ് സമരം ആരംഭിച്ചതും സ്ഥാപനം പൂട്ടിയതും. സമരം തുടരുന്ന CITUവിനെതിരെ വ്യാപാരികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. 22 നടക്കുന്ന ഹർത്താലിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണ. കോടതി എല്ലാ നിയമവ്യവസ്ഥയും പരിപാലിക്കാം, അംഗീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഇത്തരം സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു താൽക്കാലിക വിധിയാണ്. ഈ വിധിയുടെ അവസാനം വരെ കാത്തിരിക്കണം. ഞങ്ങൾ ഈ വിധി എന്താണെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നിയമവ്യവസ്ഥ അംഗീകരിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചു പോകുന്നവരുമായിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 2 പേർ മതിയെന്നാണ് ഉടമയുടെ അവകാശവാദം. എന്നാൽ 2-ലധികം പേരുടെ മനുഷ്യോദ്ധാനമുണ്ടെങ്കിലേ യന്ത്രം പ്രവർത്തിക്കൂ എന്ന CITU തൊഴിലാളികൾ പറയുന്നു. തൊഴിൽ തർക്കം പരിഹരിക്കാൻ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു. നാളെ വീണ്ടും ലേബർ ഓഫീസർ സമവായ ചർച്ച വിളിച്ചിട്ടുണ്ട്. യന്ത്രം പ്രവർത്തിപ്പിക്കാമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. തൊഴിൽ തർക്കത്തിനപ്പുറം കുളപ്പള്ളിയിലേത് ഉപജീവന പ്രശ്നം കൂടിയാണ്. സമരം അവസാനിപ്പിച്ച് സ്ഥാപനം തുടങ്ങിയാലേ ഉടമയ്ക്ക് മുന്നോട്ട് പോകാനാകൂ. കയറ്റിറക്ക് ജോലി കിട്ടിയാലേ തൊഴിലാളികൾക്ക് ജീവിക്കാനാകൂ. സമവായ ചർച്ചയിൽ തീരുമാനമാകുമോ എന്ന കാത്തിരുന്നു കാണണം. പാലക്കാട് നിന്ന് രാജീവിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കുളപ്പുള്ളിയിലെ ആ പ്രശ്നം അത് ഒരു പരിഹാരമാവാതെ പോകുന്നത് അത് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. അതിൽ ഉടമ പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ CITUക്കാർ അതിന് അവിടെ കച്ചവടം നടത്താൻ ആ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അതേസമയം CITUക്കാർ പറയുന്നു അവിടെ തൊഴിൽ കാർഡില്ലാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അതിനെതിരെയാണ് സമരം എന്ന് പറയുന്നു. യന്ത്രം കൊണ്ടുവന്നതല്ല ആ പ്രശ്നം, പക്ഷെ മറിച്ച് അവിടെ മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു. അവർക്ക് തൊഴിൽ കാർഡില്ല, തൊഴിൽ കാർഡുള്ളവർക്ക് മാത്രമേ ഈ തൊഴിൽ നൽകാവൂ എന്ന് ലേബർ വകുപ്പ് പറയുന്നുണ്ടല്ലോ. അത്തരം വാദങ്ങളാണ് CITUക്കാർ ഉയർത്തുന്നത്. അങ്ങനെ അത് മറ്റൊരു തലത്തിലേക്ക് കിടക്കുന്നത് അത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അത് വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പെട്ടെന്ന് തന്നെ അതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്.